ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ കൊടുമ്പിരികൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക എം.വി. ഗോവിന്ദൻ മാഷ് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി വിവരങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആശങ്കകളും അതുപോലെ തന്നെ വലിയ തരത്തിലുള്ള അഭ്യൂഹങ്ങളെല്ലാം തന്നെ ശക്തമായിരുന്നു. പക്ഷേ ഇതുവരെ ഉയർന്നു കേട്ടിരുന്ന പേരുകളിൽ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇപ്പോൾ പുതിയ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. നേരിയ വ്യത്യാസങ്ങൾ മാത്രമേ ചില സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളൂ എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്ന സാഹചര്യത്തിൽ ആറ്റിങ്ങൽ മത്സരിക്കുന്നത് വി ജോയ് ആണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വി ജോയുടെ പേര് തന്നെയാണ് ആറ്റിങ്ങലിൽ ഉയർന്നു കേൾക്കുന്നത്. അതേസമയം കൊല്ലത്ത് മുകേഷ് തന്നെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളൊരു ആശങ്കയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇക്കുറി അത് വ്യക്തമാക്കിയിട്ടുണ്ട്. മുകേഷ് തന്നെയാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എന്നുള്ളത്. അതേസമയം പത്തനംതിട്ടയിൽ യാതൊരു തർക്കവുമില്ല. പത്തനംതിട്ടയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തോമസ് ഐസക്കിന്റെ പേര് തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. തോമസ് ഐസക് തന്നെ ഇത്തവണയും മത്സരിക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ എം.വി. ഗോവിന്ദൻ മാഷ് പുതിയ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരുന്ന സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത്. അതേസമയം ആലപ്പുഴയിൽ കുറച്ച് വലിയ ഒരു ചർച്ചയ്ക്ക് ശേഷം, അതായത് ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുൻപേ തന്നെ അല്ലെങ്കിൽ ചർച്ച ചെയ്തു തുടങ്ങിയ ആദ്യഘട്ടത്തിൽ തന്നെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ആരാകും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടായിരുന്നു. അത് എ.എം. ആരിഫ് തന്നെയാണ്. എന്തായാലും എ.എം. ആരിഫ് തന്നെയാണ് ആലപ്പുഴയിൽ മത്സരിക്കുന്നതെന്ന് ഔദ്യോഗികമായി ഇന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ജോയ്സ് ജോർജ് ആണ് സംബന്ധിച്ചിടത്തോളം ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കുന്നത്. അതേസമയം എറണാകുളത്തേത് കെ.ജെ. ഷൈൻ ആണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആരാണ് ആ ഒരു സ്വതന്ത്രൻ എന്നറിയാനുള്ള വലിയൊരു ആകാംക്ഷ എല്ലാവരിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു നീക്കമായിരുന്നു എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. കാരണം എറണാകുളത്ത് ഹൈബീഡൻ തന്നെയായിരിക്കും മത്സരിക്കുക എന്നുള്ളത് യു.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം അത് യു.ഡി.എഫ് ആദ്യമേ തന്നെ തീരുമാനിച്ച ഘടകമാണ്. ആ സാഹചര്യത്തിൽ ഹൈബീഡിനെ എതിർക്കാനായിട്ട് ആരാണ് എറണാകുളത്ത് മത്സരിക്കുന്നത് എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും എറണാകുളം എന്ന് പറയുന്നത് സിപിഎമ്മിന് അത്ര അനുകൂലമായ മണ്ണല്ല. അതേസമയം തന്നെ ഒരു സ്വതന്ത്രനെ തന്നെയാണ് സിപിഎം ഇറക്കുക എന്നുള്ള അഭ്യൂഹങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആരാണ് ആ ശക്തനായ സ്വതന്ത്രൻ എന്നറിയാനുള്ള വലിയൊരു ആകാംക്ഷയുണ്ടായിരുന്നു. ആ ശക്തനായ സ്വതന്ത്രൻ കെ.ജെ. ഷൈൻ ആണെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. എന്തിനാണെങ്കിലും സിപിഎമ്മിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് എം.വി. ഗോവിന്ദൻ മാഷ് അക്കാര്യത്തിലും സ്ഥിരീകരണം നൽകിയിരിക്കുകയാണ്. കെ.ജെ. ഷൈൻ തന്നെയാണ് എറണാകുളത്ത് മത്സരിക്കുന്നത്. ചാലക്കുടിയിലാണെങ്കിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥാണ്. മുൻ മന്ത്രിയായിട്ടുള്ള പ്രൊഫസർ സി രവീന്ദ്രനാഥ് തന്നെയാണ് ചാലക്കുടിയിൽ മത്സരിക്കുന്നത്. പ്രൊഫസറുടെ പേര് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു കേൾക്കുന്നത്. അതേ സാഹചര്യത്തിൽ മുൻപേ മഞ്ജു വാര്യർ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഒരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥി അവിടെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സാധ്യതാ പട്ടികകളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും പ്രൊഫസർ സി രവീന്ദ്രനാഥ് തന്നെയായിരിക്കും ചാലക്കുടിയിൽ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതേസമയം ആലത്തൂർ കെ രാധാകൃഷ്ണനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. നിയമസഭയിലെ ഒരു മന്ത്രിയെ എന്തുകൊണ്ട് ആലത്തൂര് പോലുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നു? രമ്യ ഹരിദാസിനെ പോലുള്ള ഒരു എതിരാളിക്ക് ഒത്ത വ്യക്തി തന്നെയാണോ, അല്ലെങ്കിൽ കെ രാധാകൃഷ്ണനെ ഒത്ത വ്യക്തി തന്നെയാണോ രമ്യ ഹരിദാസ് എന്നുള്ള തരത്തിലുള്ള വലിയ ചർച്ചകളെല്ലാം തന്നെ എം5 ന്യൂസ് പോലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആലത്തൂർ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം ഒരുപക്ഷെ സിപിഎമ്മിന്റെ കോട്ട തന്നെ ആയിരുന്ന, അതായത് പി.കെ. ബിജു ഭരിച്ചിരുന്ന, പി.കെ. ബിജു 2 തവണകളിലായിട്ട് വിജയിച്ച ഒരു മണ്ഡലമായിരുന്നു ആലത്തൂർ എന്ന് പറയുന്നത്. അവിടെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2017 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് പാട്ടും പാടി വിജയിച്ച ഒരു ചരിത്രമുണ്ടായത്. അതുകൊണ്ട് തന്നെ ആ കോട്ട തിരിച്ചു പിടിക്കുക എന്നുള്ളത് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ നിയമസഭയിൽ നിന്നും നേരിട്ട് കെ രാധാകൃഷ്ണനെ പോലുള്ള ഒരു മന്ത്രിയെ തന്നെ കളത്തിലിറക്കുന്നത്. പ്രത്യേകിച്ച് ആലത്തൂർ ഒരു സംവരണ മണ്ഡലം കൂടിയായതുകൊണ്ട് തന്നെയാണ് കെ രാധാകൃഷ്ണനെ നേരിട്ട് കളത്തിലിറക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സിപിഎം മുതിരുന്നത്. എന്തായാലും കെ രാധാകൃഷ്ണന് പകരം മറ്റൊരു വാക്കില്ല എന്ന് തന്നെയാണ് ഇന്ന് എം.വി. ഗോവിന്ദൻ മാഷ് പറഞ്ഞു വെക്കുന്നതും. പാലക്കാടേക്ക് വരികയാണെങ്കിൽ എ.കെ. ബാലന്റെ പേരായിരുന്നു ആദ്യം ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നത്. എ.കെ. ബാലന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എ. വിജയരാഘവനായിരിക്കും പാലക്കാട് മത്സരിക്കുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് സിപിഎം എത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ പൊന്നാനി കെ.എസ്. ഹംസയുടെ പേര് തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. കെ.എസ്. ഹംസ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങളും വിമർശനങ്ങളെല്ലാം തന്നെ ഇടം നേടിയിരിക്കുകയായിരുന്നു. എന്തായാലും ഹംസ തന്നെയായിരിക്കും പൊന്നാനിയിൽ എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ തീരുമാനത്തിൽ ഇപ്പോൾ മാറ്റമില്ല. ഹംസ തന്നെയായിരിക്കും പൊന്നാനിയിൽ മത്സരിക്കുന്നത്. കോഴിക്കോടെ സംബന്ധിച്ചിടത്തോളം എളമരം കരീം തന്നെ കോഴിക്കോട് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സാധ്യതാ പട്ടികയിലെ വിവരങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ പേര് മാറാനുള്ള സാധ്യത ഇല്ല എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച്
പ്രത്യേകിച്ചും കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് അതിന് ഉത്തമനായിട്ടുള്ള മറ്റൊരു മത്സരാർത്ഥി കോഴിക്കോടിന് CPM സമർപ്പിക്കാനില്ല എന്നുള്ളത് തന്നെയായിരുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. വടകരയിൽ കെ മുരളീധരനായിരിക്കും UDF സ്ഥാനാർത്ഥി എന്നത് കൊണ്ട് തന്നെ അത്ര തന്നെ ജനകീയമായിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെ വേണം LDF കളത്തിലിറക്കാൻ. അതായത് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരിക്കണം വടകരയിൽ ഉണ്ടാകേണ്ടത്. CPM അഥവാ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ഒട്ടും പുറകിൽ പോകാൻ പാടില്ല എന്നുള്ളൊരു വാശി CPM ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ KK ശൈലജയെ നേരിട്ട് വടകരയിൽ കളത്തിലിറക്കാനാണ് CPM മുതിരുന്നത്. അതേസമയം തന്നെ കണ്ണൂർ MV ജയരാജൻ തന്നെ മത്സരിക്കാനാണ് സാധ്യത. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം KK ശൈലജ ടീച്ചറുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നു. അതേ സാഹചര്യത്തിൽ പിന്നീട് വടകരയിലേക്ക് KK ശൈലജ ടീച്ചർ മാറ്റാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അതേ സമയത്ത് കണ്ണൂരിൽ K സുധാകരൻ തിരികെ വരുന്നു, അദ്ദേഹം മത്സരിക്കുന്നു എന്നുള്ള വാർത്തകളെല്ലാം തരുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ MV ജയരാജൻ തന്നെയായിരിക്കും കണ്ണൂർ മത്സരിക്കുക. അതായത് ഒരു ശക്തമായ രാഷ്ട്രീയ പോരാട്ടം K സുധാകരനും MV ജയരാജനും തമ്മിലുള്ള ഒരു ശക്തമായ രാഷ്ട്രീയ പോരാട്ടം കണ്ണൂരിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് CPM. ജയരാജൻ തന്നെയായിരിക്കും കണ്ണൂർ മത്സരിക്കുക. അതേസമയം കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് വലിയ തരത്തിലുള്ള ആശങ്കകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു ആര് മത്സരിക്കുമെന്നുള്ള കാര്യം. കാരണം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ നിയോജക മണ്ഡലവും കാസർഗോഡ് നിയോജക മണ്ഡലം ഉൾപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അതായത് ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകത കൂടി ഉള്ളത് കൊണ്ടും കണ്ണൂരിൽ നിന്നുള്ള ഒരാളെ പരിഗണിക്കേണ്ടതുണ്ട്. അതേസമയം തന്നെ കാസർഗോഡ് നിന്നുള്ള ഒരാളെ പരിഗണിക്കേണ്ടതുണ്ട്. അത് ഓരോ സമയങ്ങളിലായിട്ട് മാറി മാറി പരിഗണിക്കുന്ന ഒരു പ്രവണതയാണ് പലപ്പോഴും കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കുറി ആര് എന്നുള്ള ചോദ്യം അവിടെ വളരെയധികം പ്രസക്തമായിരുന്നു. എന്തായാലും കാസർഗോഡിന്റെ കാര്യത്തിൽ MV ബാലകൃഷ്ണൻ മാസ്റ്റർ തന്നെ മത്സരിക്കുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ CPM എത്തി നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ CPM സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പോരാട്ടം തന്നെയാണ്. കാരണം അതുകൊണ്ട് തന്നെ 2019 തങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാ സീറ്റുകളും തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇക്കുറി CPM LDF കളത്തിലിറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തരായിട്ടുള്ള നേതാക്കൾ, ഒരുപക്ഷെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അല്ലെങ്കിൽ നിയമസഭയിലെ അതായത് മന്ത്രിമാരിൽ തന്നെ ഒരാളെ കളത്തിലിറക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന CPIM നേതാക്കളെ കളത്തിലിറക്കിക്കൊണ്ടാണ് ഇക്കുറി എന്ത് തന്നെയാണെങ്കിലും CPIM എന്തായാലും പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. UDF സംബന്ധിച്ചിടത്തോളം UDF ഒരു പടി മുന്നിൽ തന്നെയാണ്. തങ്ങളുടെ സിറ്റിംഗ് MP മാരെ മാത്രമാണ് UDF ഇത്തവണ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മണ്ഡലങ്ങളും പരിശോധിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഏറെ ആകാംക്ഷയും ആശങ്കയും നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ ആയിരിക്കും 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അതേസമയം തന്നെ CPM സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥി വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ KK ശൈലജയാണെങ്കിലും തോമസ് ഐസക് ആണെങ്കിലും ഇത്തരത്തിലുള്ള വലിയ മുതിർന്ന നേതാക്കളെ ഒരുപക്ഷെ നിയമസഭയിൽ വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്ന രണ്ട് പ്രതിഭകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളെ ലോക്സഭയിൽ പരിഗണിക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ചർച്ചയ്ക്ക് വിധേയമായ വസ്തുത തന്നെയാണ് K രാധാകൃഷ്ണന്റെ ഈ ലോക്സഭയിലേക്കുള്ള കടന്നുവരവെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള CPM ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് CPM നീക്കം എന്നുള്ള കാര്യത്തിൽ പലതരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും തങ്ങളുടെ ആവനാഴിലെ എല്ലാ നേതാക്കളെയും കളത്തിലിറക്കിക്കൊണ്ട് തന്നെ വലിയൊരു പോരാട്ടത്തിന് ഒരുങ്ങുക മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യം എന്നുള്ളതാണ് ഇപ്പോൾ CPM ഉറക്കെ വിളിച്ചു പറയുന്നത്. അതുതന്നെയാണ് MV ഗോവിന്ദൻ മാഷ് പറയുന്നത്. എന്താണെങ്കിലും പ്രഖ്യാപനത്തിന് ശേഷം എല്ലാ നേതാക്കളും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതും അവരവരുടെ മണ്ഡലങ്ങൾ അതായത് തങ്ങളുടെ മണ്ഡലത്തിൽ തീർച്ചയായിട്ടും ഇടതു മുന്നണി തന്നെ മുന്നേറി വരും, ഇടതു മുന്നണി തന്നെ വിജയിക്കുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോടെയാണ്. എന്തായാലും 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കരുനീക്കത്തിന്റെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഒരു ചതുരംഗ കളമായി തന്നെ മാറാനുള്ള സാധ്യത ഏറെയാണ്.